നമസ്കാരം. ഒരു യാത്രയ്ക്കിടയിൽ എറണാകുളത്ത് നിന്ന് വാങ്ങാൻ കഴിഞ്ഞ ഒരു പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓഹരി നിക്ഷേപത്തെക്കുറിച്ച് ഒരു സാധാരണക്കാരന് മിക്കവാറും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുവാനായി ഉപകരിക്കുന്ന ഒരു മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് എല്ലാം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് കയ്യിൽ കിട്ടിയത്. വായനാശീലം ഇപ്പോൾ പൊതുവെ കുറഞ്ഞു വരികയാണ്, സമയമില്ലാത്തത് കൊണ്ട്. ഏതായാലും ഒരു 3-4 ദിവസം കൊണ്ട് പെട്ടെന്ന് വായിച്ചു തീർത്ത് വളരെ സംഭാഷണ രീതിയിൽ, ഒരു സ്ക്രിപ്റ്റ് പോലെ രണ്ടുപേര് സംസാരിക്കുന്ന രീതിയിൽ, കഥ പോലെ നമുക്ക് വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണിത്. അതിനകത്ത് കഥാപാത്രങ്ങളുണ്ട്. ആൽവിൻ, സാറ, ജോണിക്കുട്ടി തുടങ്ങിയ കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ സംസാരിക്കുന്ന രീതിയിലാണ്. ഒരാൾ സംശയങ്ങൾ ചോദിക്കുന്നു, മറ്റേ ആൾ ഉത്തരം പറയുന്നു. ആ രീതിയിലൊക്കെയാണ് തയ്യാറാക്കിയേക്കുന്നത്. ഏതായാലും പെട്ടെന്ന് വായിച്ചു തീർത്ത് വളരെ നല്ല പുസ്തകമായിട്ട് തോന്നി. ഇതിൻ്റെ പേര് കോടീശ്വരനാകാൻ ഓഹരി നിക്ഷേപം. എഴുതിയിരിക്കുന്നത് അലക്സ് കെ മാത്യൂസ് ആൻഡ് ഡോക്ടർ കെ ശശിധരൻ. ഒരു അലക്സ് കെ മാത്യൂസ് എന്ന് പറയുന്നത് അദ്ദേഹം കൊല്ലത്താണ് ജനിച്ചത്. ഒരുപാട് ചുമതലകളൊക്കെ വഹിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചവരാണ്. ഒന്ന് ഡോക്ടർ കെ ശശിധരൻ, അദ്ദേഹം പെരുമ്പാവൂരിനടുത്ത് ഇരിങ്ങോൾ സ്വദേശിയാണ്. അദ്ദേഹം അതുപോലെ തന്നെ ധാരാളം, ഇവർ രണ്ടുപേരും ചേർന്ന് ധാരാളം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ധനതത്വശാസ്ത്ര പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചവരാണ്. അപ്പോൾ അവർ എഴുതിയ ബുക്കാണ്. ഇത് വായിച്ചു വേണമെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നൊരു ഇതിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു റിവ്യൂ ആണെന്ന് പറയാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനാണ്. അപ്പോൾ വായിച്ചപ്പോൾ വളരെ നല്ല പുസ്തകമാണെന്ന് തോന്നി. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഓഹരി നിക്ഷേപത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഇതിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഓരോ ഭാഗങ്ങളുണ്ട്. ഓഹരി നിക്ഷേപകരെ ഇതിലെ സന്തോഷിക്കാൻ ഒരു വഴി, നിക്ഷേപത്തിൻ്റെ രസതന്ത്രം, വിശ്വസിച്ച് നിക്ഷേപിക്കാമോ, ഏതെടുക്കണം, ഏത് ഒഴിവാക്കണം, എല്ലാ മുട്ടയും ഒരു കുട്ടയിൽ ഇടണോ, കമ്പനി ഡബിൾ സ്ട്രോങ് ആണോ, ഇന്ത്യയിലെ ബാങ്കുകൾ ഉഷാർ, നിക്ഷേപകർ അറിയാൻ കമ്പനിയുടെ വരവും ചെലവും അറിയാമോ, വിപണി അറിഞ്ഞും വിലയറിഞ്ഞും, പിന്നെ സാമ്പത്തിക അനുപാതങ്ങൾ തുടങ്ങിയ പാർട്സുകളുണ്ട്. ഇതിനകത്ത് പറയുന്നത്, ഓഹരി വിപണിയിൽ സൂചിക ഉയർന്നിരിക്കുമ്പോൾ നിക്ഷേപിക്കുന്നതിനേക്കാൾ ശ്രദ്ധ വേണം സൂചിക താഴ്ന്ന സമയത്തെ നിക്ഷേപങ്ങൾക്ക്. വിവേകപൂർവം നിക്ഷേപിച്ചാൽ കോടീശ്വരനാകാൻ ഈ കയറ്റിറക്കങ്ങൾ തടസ്സമേ അല്ല. സൂചികാ വ്യതിയാനങ്ങളെ നിരീക്ഷിച്ച് ലാഭകരമായി നിക്ഷേപിക്കാനുള്ള വഴികൾ ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അലട്ടുന്ന ചോദ്യമാണ് ഓഹരി നിക്ഷേപം ലാഭമോ നഷ്ടമോ എന്നത്. ഈ സന്ദേഹം ദൂരീകരിക്കാൻ സഹായകമായ രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓഹരി നിക്ഷേപം ഒരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അല്പം ഫ്രീ ടൈമും വലിയ അത്യാഗ്രഹം ഇല്ലാത്ത ഒരു നിക്ഷേപകന് കൈ നിറയെ ലാഭം കൊയ്യാൻ ഇതുപോലെ മറ്റൊരു നിക്ഷേപ അവസരം ലോകത്തിൽ വേറൊന്നുമില്ല. അതുപോലെ തന്നെ നിക്ഷേപം സുരക്ഷിതമാക്കാനും മെച്ചപ്പെട്ട ആദായം ലഭിക്കാനും നമ്മൾ വിവേകപൂർവം ചെയ്യണമെന്ന് മാത്രം. തിരഞ്ഞെടുക്കുന്ന കമ്പനികളും കാര്യങ്ങളും അതിൻ്റെ ഷെയറും എല്ലാം തന്നെ നമ്മൾ വളരെ വിവേകപൂർവ്വം ചെയ്യണം. ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് അക്കൗണ്ട്, സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനത്തിൽ ട്രേഡിംഗ് അക്കൗണ്ടും ഒരു ലാപ്ടോപ്പും അല്ലെങ്കിൽ ഒരു മൊബൈലും കയ്യിലുള്ള ഒരാൾക്ക്, ഒരു വീട്ടമ്മയ്ക്ക് പോലും അവിടെ ഇരുന്ന് എന്ത് ചെയ്യുക, ഒഴിവ് സമയത്ത് ഓഹരി നിക്ഷേപം നടത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്രമമായി മാസാമാസം ഓഹരികളിൽ എങ്ങനെ നിക്ഷേപിക്കാമെന്നും, നിക്ഷേപിക്കേണ്ട ഓഹരികൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും, സാമ്പത്തിക രംഗത്തെ ഏറ്റക്കുറച്ചിലുകൾ ഓഹരി വിലകളെ എങ്ങനെ ബാധിക്കുമെന്നും അതിനെ എങ്ങനെ മറികടക്കാമെന്നും, അതുപോലെ തന്നെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനികളെക്കുറിച്ചും വ്യവസായങ്ങളെക്കുറിച്ചും മാത്രമല്ല, ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അനാലിസിസുകളും നിക്ഷേപകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വിധത്തിൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ ഓഹരി വ്യാപാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തട്ടിപ്പുകളിൽ ചെന്നുപെടാതിരിക്കാനുള്ള വഴികളും ഉദാഹരണ സഹിതം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു കമ്പനിക്കുള്ള ശുപാർശയോ മറ്റോ ഒന്നുമല്ല. നമ്മുടെ ഗ്രന്ഥകർത്താക്കൾക്ക് ഉള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ലഭിക്കുമെങ്കിൽ വാങ്ങി വായിക്കുക.
ഒരു നല്ല പുസ്തകമാണ്. താങ്ക് യു.